സിംപ്ലിഫൈ എവല്യൂഷൻ. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്യും നോക്കാം. നമ്മൾ എങ്ങനെയാണ് യൂണിവേഴ്സ് ഒറിജിൻ ചെയ്തത്, അത് കഴിഞ്ഞ് എങ്ങനെയാണ് എർത്ത് ഒറിജിൻ ചെയ്തത്, അത് കഴിഞ്ഞ് ലൈഫ് എങ്ങനെയാണ് ഒറിജിൻ ചെയ്തത്, എന്തൊക്കെ തിയറീസ് ആണ് ലൈഫ് ഒറിജിൻ ഓഫ് ലൈഫായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ തിയറീസ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒറിജിൻ ഓഫ് ദി യൂണിവേഴ്സ് നോക്കാം. അപ്പൊ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറൌണ്ട് 20 ബില്യൺ ഇയേഴ്സ് ഓൾഡ് ആൻഡ് ഇറ്റ് ഈസ് കംപ്രൈസ് ഓഫ് ഹ്യൂജ് ക്ലസ്റ്റേഴ്സ് ഓഫ് ഗാലക്സി. ഈ ഗാലക്സി എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻ സ്റ്റാർസ് ആൻഡ് ക്ലൗഡ്സ് ഓഫ് ഗ്യാസ് ആൻഡ് ഡസ്റ്റ്, അതിനെയാണ് ഗാലക്സി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു യൂണിവേഴ്സ് ഒറിജിൻ ചെയ്തത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറി ഉണ്ട്, അതാണ് ബിഗ് ബാങ് തിയറി എന്ന് പറയും. അപ്പൊ ഈ ഒരു തിയറി അനുസരിച്ച് പറയുന്നുണ്ട് പെട്ടെന്ന് ഒരു ഹ്യൂജ് എക്സ്പ്ലോഷൻ നടക്കുന്നു, അങ്ങനെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നു, ടെമ്പറേച്ചർ നന്നായിട്ട് കുറഞ്ഞു, ഹൈഡ്രജൻ ഹീലിയം ഉണ്ടായി. ഓക്കെ, അങ്ങനെ ഗാലക്സീസ് ഉണ്ടാവുന്നത് തന്നെ ഈ ഗ്യാസുകളൊക്കെ കൂടി കണ്ടൻസ് ചെയ്തിട്ടാണ് ഗാലക്സീസ് ഉണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെയാണ് യൂണിവേഴ്സ് ഒറിജിൻ ചെയ്തത്. ഇനി എർത്ത് എങ്ങനെയാണ് ഒറിജിൻ ചെയ്തത് നോക്കാം. അത് എർത്ത് എന്ന് പറയുന്ന സംഭവം നമ്മളുടെ എർത്ത് ഫോം ചെയ്തേക്കുന്നത് 4.5 ബില്യൺ ഇയേഴ്സ് ബാക്ക്. ഓക്കെ, അന്നേരം നമ്മളുടെ എർത്ത് സർഫസ് എന്ന് പറയുന്നത് കവേർഡ് ചെയ്തിരിക്കുന്നത് വാട്ടർ വേപ്പറും മീഥേനും കാർബൺ ഡയോക്സൈഡും അമോണിയ കൊണ്ടാണ്. ഓക്കെ, ഈ ഒരു സണ്ണിൽ നിന്ന് വരുന്ന UV റേസ് ആണ് വാട്ടറിനെ ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്, ബ്രോക്കപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഹൈഡ്രജൻ എസ്കേപ്പ് ചെയ്യുകയും ഈ ഒരു ഓക്സിജൻ അമോണിയയും മീഥേനുമായി ചേർന്ന് വാട്ടർ, കാർബൺ ഡയോക്സൈഡും മറ്റുള്ള ഗ്യാസസും ഉണ്ടാവുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ഓക്സോൺ ലെയറും ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ വാട്ടർ വേപ്പറൊക്കെ കൂടി കൂൾ ചെയ്ത് മഴയാവും. ഈ മഴ ഇങ്ങനെ എർത്ത് സർഫസിലുള്ള ഡിപ്രഷനിലൊക്കെ വന്ന് ഫില്ല് ചെയ്ത് അങ്ങനെ വാട്ടർ ബോഡീസും ഉണ്ടായി. ഓക്കെ, ഇതാണ് ഒറിജിൻ ഓഫ് എർത്തിൽ പറയുന്നത്. അപ്പൊ ഒറിജിൻ ഓഫ് എർത്ത് എന്ന് പറയുന്നത് 4.5 ബില്യൺ ഇയേഴ്സ് ബാക്ക്. അന്നേരം നമ്മുടെ എർത്തിൽ ഉണ്ടായിരുന്ന ഗ്യാസസ് എന്ന് പറയുന്ന വാട്ടർ വേപ്പർ, മീഥേൻ, കാർബൺ ഡയോക്സൈഡ് ആൻഡ് അമോണിയ. അതിൽ ഈ വാട്ടറിനെ UV റേസ് വന്ന് പതിക്കുമ്പോൾ വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനായിട്ട് മാറുന്നുണ്ട്. അതിൽ ഹൈഡ്രജൻ എസ്കേപ്പ് ചെയ്ത് പോകും, ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്, അമോണിയയും മീഥേനുമായിട്ട് ചേർന്ന് വാട്ടറും കാർബൺ ഡയോക്സൈഡും മറ്റുള്ള ഗ്യാസസും ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് പിന്നീട് ഓസോൺ ലെയറും ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ലൈഫ് എങ്ങനെയാണ് ഒറിജിൻ ചെയ്തത് നോക്കാം. ഈ ലൈഫ് ഒറിജിൻ ചെയ്തിരിക്കുന്നത് 4200 മില്യൺ ഇയേഴ്സ് എഗോ. അപ്പൊ ധാരാളം തിയറീസ് അതിൽ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ തിയറിയാണ് തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ. ഈ ഒരു തിയറിയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ദൈവമാണ്, ഇതൊരു തിയറി ഓഫ് ഡിവൈൻ ക്രിയേഷൻ എന്ന് പറയുന്നുണ്ട്. ഇതിൽ പറയുന്നത് ദൈവമാണ് ഈ ജീവജാലങ്ങളെയൊക്കെ ഉണ്ടാക്കിയതെന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. രണ്ടാമത്തെ തിയറിയാണ് തിയറി ഓഫ് പാൻസ്പെർമിയ അഥവാ കോസ്മോസോയിക് തിയറി എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ പുറത്ത് ഔട്ടർ സ്പേസിൽ നിന്ന് കുറച്ച് പാൻസ്പെർമിയയുടെ സ്പോഴ്സുകൾ ഇവിടെ വന്ന് അതിൽ നിന്നാണ് കുറച്ച് ലിവിങ് ഫോംസുകൾ ഡെവലപ്പ് ചെയ്തതെന്നാണ് തിയറി ഓഫ് പാൻസ്പെർമിയ അഥവാ കോസ്മോസോയിക് തിയറി എന്നും ഇതിന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പെട്ടെന്ന്, അതായത് ജീവനില്ലാത്ത വസ്തുവിൽ നിന്ന് ലൈഫ് പെട്ടെന്ന് ഒറിജിനേറ്റ് ചെയ്തതെന്നാണ് തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷനെ തന്നെ തിയറി ഓഫ് അബയോജൻസിസ് എന്ന് പറയും, തിയറി ഓഫ് ഓട്ടോജെൻസിസ് എന്നൊക്കെ പറയാറുണ്ട്. ഇനി അടുത്തൊരു തിയറിയാണ് തിയറി ഓഫ് ബയോജെനസിസ്. അപ്പൊ അബയോജെനസിസ് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തതിൽ നിന്ന് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തിയറി ഓഫ് ബയോജെനസിസ് എന്താണ്, ഇതിൽ പറയുന്നത് ജീവനുള്ള ലിവിങ് ഓർഗാനിസത്തിൽ നിന്നായിരിക്കും പുതിയൊരു ലൈഫ് ഒറിജിനേറ്റ്, അതായത് പ്രീ എക്സിസ്റ്റിംഗ് ലൈഫിൽ നിന്നാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് പറയുന്നതാണ് തിയറി ഓഫ് ബയോജെനസിസ്. ഇതിന് എക്സ്പെരിമെന്റൽ പ്രൂഫ് 1862 ലൂയിസ് പാസ്റ്റർ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം സ്വാൻ നെക്ക് ഫ്ലാസ്ക് ഉപയോഗിച്ചിട്ടാണ് ഇതിന് ഒരു എക്സ്പെരിമെന്റൽ പ്രൂഫ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു ഫ്ലാസ്ക് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം സ്ട്രെയിറ്റ് ആയിട്ടാണ്, ആ ഫ്ലാസ്കിന്റെ ഉള്ളിൽ ബ്രോത്ത് ഉണ്ട്, ഈസ്റ്റ് അടങ്ങുന്ന ഒരു ബ്രോത്ത് ഉണ്ട്. പിന്നെ ഒരു ഫ്ലാസ്ക് എന്ന് പറയുന്നത് ഇങ്ങനെ സ്വാൻ ഷേപ്പിൽ ഒരു എസ് ഷേപ്ഡ്, അതായത് അതിന്റെ മുകളിലുള്ള സ്ട്രെയിറ്റ് ഭാഗം വളച്ചൊരു സ്വാൻ ഷേപ്പ് ആക്കുന്നുണ്ട്. എന്നിട്ട് അതിലും ബ്രോത്ത് ഉണ്ട്. അപ്പൊ അദ്ദേഹം നിരീക്ഷിച്ചപ്പോൾ മനസ്സിലായി ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള
ഫ്ലാസ്ക് ആയിരുന്നപ്പോ പെട്ടെന്ന് മൈക്രോ ഓർഗാനിസം കയറി അതിൽ നിന്ന് പുതിയ ലൈഫ്, അതായത് മൈക്രോ ഓർഗാനിസം മൾട്ടിപ്ലൈ ചെയ്ത് പുതിയ ലൈഫ് ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇനി രണ്ടാമത്തെ എക്സ്പെരിമെന്റിൽ എന്ന് വെച്ചാൽ എന്താണ്, ഇങ്ങനെ സ്വാനെക്ക് ആയിട്ടുള്ള ഇതില് മൈക്രോ ഓർഗാനിസത്തിന് ആ ബ്രോത്ത് വരെ എത്താനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും നടന്നിട്ടില്ല, പുതിയൊരു ലൈഫ് ഒന്നും ഒറിജിനേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ രീതിയിലാണ് തിയറി ഓഫ് ബയോജെനസിസിന് വേണ്ടിയുള്ള ഒരു എക്സ്പെരിമെന്റൽ പ്രൂഫ് ലൂയിസ് പാസ്റ്റർ കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു തിയറി ഉണ്ട്, തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. ഇതിനെ തന്നെ നമ്മൾ ഒപ്പാരിൻ ഹാൽഡീൻ തിയറി എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ തിയറിയിൽ പറയുന്നത് എന്താണ്, ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് വാട്ടറിലാണ്. വാട്ടറിൽ ധാരാളം സീരീസ് ഓഫ് കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ടാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തതെന്നാണ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷനിൽ പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ അന്നത്തെ കണ്ടീഷൻ എങ്ങനെയാണ് നോക്കാം. അന്നത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ടെമ്പറേച്ചർ, വോൾക്കാനിക് സ്റ്റോംസ്, പിന്നെന്താണ് അന്നേരം റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ ആണ്. ഇപ്പോഴത്തെ പ്രസന്റ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഓക്സിഡൈസിങ് എൻവയോൺമെന്റ് ആണ്. പക്ഷെ അന്നത്തെ പ്രിമിറ്റീവ് എർത്തിന്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് റെഡ്യൂസിങ് ടൈപ്പ് ആണ്. അവിടെ മീഥെയിനും അമോണിയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഒപ്പാരിൻ ഹാൽഡീൻ തിയറി എന്താണെന്ന് നോക്കാം. ഇത് പ്രപ്പോസ് ചെയ്തത് ഒപ്പാരിനും ഹാൽഡീനും കൂടിയാണ്. സോ ഇദ്ദേഹത്തിന്റെ തിയറിയിൽ പറയുന്നത് ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് കുഡ് ഹാവ് ഒറിജിനേറ്റ് ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂൾ. ഇവർ പറയണത് എന്താണ്, ആദ്യത്തെ ലൈഫ് ഫോം ഉണ്ടായിട്ടുള്ളത് ഒരു പ്രീ എക്സിസ്റ്റിംഗ് നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂളിൽ നിന്നാണെന്നാണ് ഒപ്പാരിൻ ഹാൽഡീൻ തിയറിയിൽ പറയുന്നത്. അതിന് എക്സ്പെരിമെന്റൽ പ്രൂഫ് കൊടുക്കുന്നുണ്ട് ആര്, ഈ ഒരു കെമിക്കൽ എവല്യൂഷന് വേണ്ട എക്സ്പെരിമെന്റൽ എവിഡൻസ് കൊടുക്കുന്നത് മില്ലറും യൂറയും കൂടി ചേർന്നിട്ടാണ്. അതിനെ നമ്മൾ ഈ മില്ലേഴ്സ് എക്സ്പെരിമെന്റ് എന്നോ മില്ലർ യൂറ എക്സ്പെരിമെന്റ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അദ്ദേഹം അത് എന്ത് ചെയ്തു, പണ്ടത്തെ രീതിയിലുള്ള അതേ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യണം, എക്സ്പെരിമെന്റലി ലാബിൽ ചെയ്യണം. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഒരു ക്ലോസ്ഡ് ഫ്ലാസ്ക് ഉണ്ട്, അതിൽ മീഥെയിനും അമോണിയയും ഹൈഡ്രജനും വാട്ടർ വേപ്പർ ഒക്കെ ഉണ്ട്. അതുകൂടാതെ അന്നത്തെ ടെമ്പറേച്ചർ 800 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറും കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഇലക്ട്രിക് ഡിസ്ചാർജും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ കറക്റ്റ് നോക്കുമ്പോൾ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിന്റെ സെയിം അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. അപ്പൊ അദ്ദേഹം ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലായി, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കുറച്ച് അമിനോ ആസിഡ്സിന്റെ പ്രസൻസ് കണ്ടെത്താൻ പറ്റി. അതുപോലെ കുറച്ച് കോംപ്ലെക്സ് മോളിക്യൂൾസ്, ഷുഗർ, നൈട്രജൻ ബേസസ്, പിഗ്മെന്റ്, ഫാറ്റ്, ഇതൊക്കെ ആ ഫ്ലാസ്കിൽ നിന്ന് കണ്ടെത്താൻ പറ്റി. എന്തൊക്കെ അമിനോ ആസിഡ്സും അതുപോലെ കുറച്ച് കോംപ്ലെക്സ് മോളിക്യൂൾസ് ആയിട്ടുള്ള ഷുഗറും നൈട്രജൻ ബേസസും പിഗ്മെന്റും ഫാറ്റും ഒക്കെ കണ്ടെത്താൻ പറ്റി. ഓക്കെ, സോ ഇതിന്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ടു പ്രൊവൈഡ് എക്സ്പെരിമെന്റൽ എവിഡൻസ് ഫോർ ദ തിയറി ഓഫ് കെമിക്കൽ ഒറിജിൻ. ഇപ്പൊ തിയറി ഓഫ് കെമിക്കൽ ഒറിജിൻ എന്ന് പറയുന്നത് വാട്ടറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതെന്നാണ്. അത് ധാരാളം കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ടാണ് ഉണ്ടായതെന്നാണ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ പറയുന്നത്. സോ ഈ ഒരു തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷന് വേണ്ടിയുള്ള ഒരു എക്സ്പെരിമെന്റ് രീതിയിലുള്ള ഒരു എക്സ്പെരിമെന്റൽ എവിഡൻസ് ആണ് മില്ലർ യൂറ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഷോഡ് ദാറ്റ് ഫസ്റ്റ് നോൺ സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് വാസ് ഒറിജിനേറ്റഡ് അബൌട്ട് 3 billion years ago. Okay, and it showed that non-cellular biomolecule exist in the form of DNA, RNA, polysaccharides and protein. ഇപ്പൊ ഇതിൽ കാണിക്കുന്നുണ്ട് നോൺ സെല്ലുലാർ ബയോമോളിക്യൂൾസ് എന്തിന്റെ ഫോമിലാണുള്ളത്, DNA, RNA, polysaccharides and protein. അടുത്ത ഫോർമേഷൻ ഓഫ് ഫസ്റ്റ് സെൽ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ എന്താണ്, ആദ്യത്തെ നോൺ സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് 3 billion years ago. അപ്പൊ ഈ നോൺ സെല്ലുലാർ ഫോം എന്ന് ഉദ്ദേശിക്കുന്നത് RNAയും DNA-യും പോളിസാക്രൈഡും പ്രോട്ടീൻസ് ഒക്കെയാണ്. ഇനി ആദ്യത്തെ ഫസ്റ്റ് സെല്ലുലാർ ഫോം, നോൺ സെല്ലുലാർ ഫോം ഉണ്ടായത് 3 billion years ago ആണെങ്കിൽ ആദ്യത്തെ സെല്ലുലാർ ഫോം ഉണ്ടായതെന്നാണ് 2000 million years ago ആണ്. ഓക്കെ, ആൻഡ് ദീസ് മൈറ്റ് ഹാവ് ബീൻ സിംഗിൾ സെൽഡ് ഫോംഡ് ഇൻ അക്വാട്ടിക് എൻവയോൺമെന്റ്. ഓക്കെ, നമ്മൾ എന്തൊക്കെ പറഞ്ഞു, യൂണിവേഴ്സ് ഒറിജിൻ ചെയ്തത് 20 billion years ago എന്ന് പറഞ്ഞു. എർത്ത് ഒറിജിൻ ചെയ്തത് 4.5 billion years ago ആണ്. പിന്നെ ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് ഒരു 4200 million years ago ആണ്. അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ധാരാളം തിയറീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ എന്ന് പറയുന്നത് ദൈവമാണ് എല്ലാം ക്രിയേറ്റ് ചെയ്തതെന്നാണ്, ലൈഫിനെ ക്രിയേറ്റ് ചെയ്ത ദൈവമാണെന്നാണ് അതിൽ പറയുന്നത്. തിയറി ഓഫ് പാൻസ്പെർമിയയിൽ പറയുന്നത് ഔട്ടർ സ്പേസിൽ നിന്ന് കുറെ പാൻസ്പെർമിയുടെ സ്പോർസുകൾ വന്ന് അതിൽ നിന്ന് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ജീവൻ ഇല്ലാത്തതിൽ നിന്ന് ജീവൻ ഉണ്ടായി എന്ന് പറയുന്നതാണ്. തിയറി ഓഫ് ബയോജെനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജീവൻ ഉള്ളതിൽ നിന്ന് പിന്നെ ഒരു പ്രീ എക്സിസ്റ്റിംഗ് സെല്ലിൽ നിന്ന് പിന്നെ ലൈഫ് ഒറിജിൻ ചെയ്തു എന്നാണ് അതിൽ പറയുന്നത്. തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ പറയുന്നത് എന്താണ്, വെള്ളത്തിൽ നിന്ന് ധാരാളം കെമിക്കൽ റിയാക്ഷന്റെ ഫലമായാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു
തിയറി ഓഫ് ബയോജെനസിസിന് എക്സ്പെരിമെന്റൽ പ്രൂഫ് കൊടുത്തത് ലൂയിസ് പാസ്റ്റർ ആണ്. അദ്ദേഹത്തിന്റെ സ്പാൻനെക്ക് ഫ്ലാസ്ക് ഉപയോഗിച്ചിട്ടാണ് അതിനുള്ള എക്സ്പെരിമെന്റൽ എവിഡൻസ് കൊടുത്തത്. ഇനി കെമിക്കൽ എവല്യൂഷന് വേണ്ട എക്സ്പെരിമെന്റൽ എവിഡൻസ് കൊടുത്തത് യൂറേ മില്ലർ ആണ്. നേരത്തെ പണ്ടത്തെ എർത്തിന്റെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവർ ഉണ്ടാക്കി കൊടുത്തത്. അതിനു വേണ്ടിയുള്ള ഒരു എക്സ്പെരിമെന്റൽ പ്രൂഫ് ഉണ്ടാക്കിയത്. താങ്ക് യു.